അഴിമതിക്ക് വേണ്ടിയാണോ സർക്കാരിന് വേണ്ടിയാണോ അഴിമതി എന്ന് തിരിച്ചറിയാത്തൊരവസ്ഥയിലാണ്. തൃപ്പാളൂർ ശിവക്ഷേത്രത്തിന് സമീപം കർക്കിടവാവിന് ബലിയിടുന്നതിനായിട്ട് ഒരു കൽപ്പടവ് പണിത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 100-300 പേര് 400ഓളം പേര് ഒരുമിച്ച് ബലികർമ്മങ്ങൾ കഴിഞ്ഞ് കുളിക്കാൻ ഇറങ്ങുന്ന കൽപ്പടവാണ്. ഈ കൽപ്പടവിന് ആളുകൾ കുളിക്കാൻ ഇറങ്ങാനോ അത് ചാടേണ്ടി വരുമോ, പ്രത്യേകിച്ച് ഡൈവിംഗ് ഒക്കെ പഠിച്ചവർ വന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഇത്രയും ആളുകൾ ചേരുന്ന ഒരു ഇറങ്ങി നിൽക്കുന്ന ഒരു കൽപ്പടവിന് മതിയായ ബലമുണ്ടോയെന്നും കൂടി പരിശോധിച്ചറിയേണ്ട അത്യാവശ്യമാണ്. വെറുതെ ഒരു കാലുകൊണ്ട് ഒന്ന് വലിയ തട്ടിയാൽ പോലും സിമെൻ്റൊക്കെ പൊടിഞ്ഞ് അടർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു തെങ്ങ് മുറിച്ച ഒരു കുറ്റിയുണ്ട്. ആ കുറ്റി പുഴക്കി കളയാതെ അതിനോടടുത്ത് തന്നെ വെച്ച് പണിതിരിക്കുകയാണ്. അതിൻ്റെ പുറത്തുകൂടെ കരിങ്കല്ല് കെട്ട് പണിതിരിക്കുകയാണ്. ഏതാണ്ട് 6 മാസത്തിനുള്ള 1 വർഷത്തിനുള്ള തെങ്ങിൻ്റെ കുറ്റി ദ്രവിച്ചു പോകും. പിന്നെ അതിന് മേലെ വെച്ച് കെട്ടിയ കരിങ്കല്ലിന് ഒരു ബലവും ഉണ്ടാവില്ല. ഇതിന് മുകളിലേക്കാണ് കർക്കിടവാവിന് പുഴയിൽ നിറച്ച് വെള്ളം വരുന്ന സമയത്ത് 100, 300, 400 പേര് ഒരുമിച്ച് ബലിതർപ്പണത്തിന് കുളിക്കാൻ ഇറങ്ങാം. ആയതിൻ്റെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ, സുരക്ഷ ഉറപ്പുവരുത്താതെയാണ് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. സർക്കാർ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഓരോ പദ്ധതി ആവിഷ്കരിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയും മോശമാണ് ഈ കൽപ്പടവിൻ്റെ നിർമ്മാണ രീതി. അതിനോടനുബന്ധിച്ചുള്ള തൂക്കുപാലത്തിൻ്റെ വിഷയം ഇപ്പോൾ ഒന്ന് വിവാദമായതാണ്. തൂക്കുപാലം മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.